morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമ്മൾ ആ 9-ാം അധ്യായം വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ, 2-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ കുറിച്ച് പറയുമ്പോൾ, 2-ാമത്തെ വാക്യത്തിൽ ഇരുട്ടിലും അന്ധതമസിലും കഴിയുന്ന ജനത്തെ കുറിച്ചാണ് പറയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ വർദ്ധിച്ചിട്ടില്ലാത്ത ജനത്തെ കുറിച്ചാണ് പറയുന്നത്. 4-ാമത്തെ വാക്യത്തിൽ കഷ്ടതയും പ്രയാസവും പ്രതികൂലങ്ങളും അനുഭവിക്കുന്ന ജനം, ശിക്ഷിക്കപ്പെടുന്ന ജനം, മുഖം ചുമക്കുന്ന ജനം, അങ്ങനെ പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ് ഈ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലാണ്. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ പലതും വാഴുമെങ്കിൽ ഇനി നിങ്ങളെ വാഴുന്നത് നിങ്ങൾക്ക് നൽകപ്പെട്ട ശിശു, നിങ്ങൾക്ക് നൽകപ്പെട്ട മകൻ. അതിനെ നിങ്ങൾ ആ അർത്ഥത്തിൽ കാണാതെ നിങ്ങൾ കർത്താവിൽ വീണ്ടും ജനിച്ച ശിശുവായി, കർത്താവിൽ വീണ്ടും ജനിച്ച് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീർന്നു. 2ാമത് നിങ്ങൾ ആത്മാവിൽ വളർന്നിട്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ മകനായിട്ട് മാറി. അങ്ങനെ പുത്രത്വം പ്രാപിച്ച നിങ്ങൾ, അതെ, ആധിപത്യം ഇനി നിങ്ങളെ ചിലർ വാഴുന്നവരായിട്ടല്ല, നിങ്ങൾ സാഹചര്യങ്ങളെ വാഴുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭയന്ന് വിറച്ചു കിടക്കുന്നവരായിട്ടല്ല, അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കുന്നതായിട്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കരുതലില്ലാതെ തളർന്നിരിക്കുന്നവരായിട്ടല്ല, നിത്യമാം പിതാവ്, ആമേൻ, നിത്യപിതാവായിരിക്കുന്നവൻ നിങ്ങളെ കരുതുന്ന ജീവിത അനുഭവത്തിലേക്ക്, ആമേൻ, സമാധാനമില്ലാതിരിക്കുന്നിടത്ത് സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ വാഴുന്ന നിലയിലേക്ക്, അതെ, ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്ക് നൽകപ്പെട്ട, ആമേൻ ആമേൻ, ഹല്ലേലൂയ, ശിശു, നമുക്ക് നൽകപ്പെട്ട പുത്രത്വം, നമുക്ക് നൽകപ്പെട്ട വീണ്ടും ജനനത്തിന്റെ സന്ദേശം, അതേ പ്രിയപ്പെട്ടവരുടെ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, എന്തെല്ലാം നിങ്ങൾ വാണുകൊണ്ടിരുന്നോ അതിനെല്ലാം മറന്നിട്ട് സാഹചര്യങ്ങളെ വാഴുന്നവരായി, രോഗത്തെയും ശാപത്തെയും നിരാശയും പ്രതികൂലത്തെയും വാഴുന്നവരായി മുന്നോട്ട് പോകാം. ഗാഡ് ബ്ലസ് യു. ആമേൻ.